മീൻ മുതൽ പുലി വരെ ഒന്നിനിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിൽ അധികാരികൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങളുടെ എല്ലാത്തിൻ്റെയും ജീവന്റെ കാര്യത്തിൽ പിന്നൊരു തീരുമാനമാവും. പെരിയാറിലെ മീനുകളും പാലക്കാട്ടെ പുലിയും അതിനുദാഹരണമാണല്ലോ. പെരിയാർ എന്ന് പറയുമ്പോൾ പർവ്വതനിരയുടെ പനിനീരായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷെ ഇപ്പൊ പെരിയാറിൽ അത്രയും വിഷം വേറെ എവിടെയും കാണില്ല. വ്യവസായശാലകളിലെ രാസമാലിന്യം തള്ളാനുള്ള ഒരു ഇടായിട്ടാണ് പലരും ഇപ്പൊ പെരിയാറിനെ കാണുന്നത്. വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ഉത്സാഹത്തോടെ നിൽക്കുന്നവർക്ക് പെരിയാറിന്റെ തീരത്തെ ജനങ്ങളെയും പെരിയാറിലെ മത്സ്യകൃഷിയെയും സംരക്ഷിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കഴിഞ്ഞ ദിവസം പെരിയാറിൽ കണ്ടത്. മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങി. മത്സ്യ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. പണി പാളിയെന്ന് തോന്നിയപ്പോൾ കുഫോസിലെ വിദഗ്ധർ വന്ന് പരിശോധന നടത്തി. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 ppm, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. സർഫസിൽ തന്നെയാണ് അത്രയും കണ്ടത്. അപ്പം താഴത്തെ ഞങ്ങൾ ഓക്സിജൻ നോക്കിയപ്പം 1.4 ppm കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മീൻ മുകളിൽ വന്നിട്ട്, എല്ലാ മീനുകളും നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിൽ വന്ന് എയർ എടുക്കുന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പ്രശ്നം നാട്ടുകാർ നേരിടണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പരിശോധന നടത്താൻ കാണിച്ച ആ ഒരു ഉത്സാഹം പണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നോ? സാധാരണക്കാരുടെ പ്രതിഷേധം പിന്നെ രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തു. എത്ര കമ്പനികൾക്കെതിരെ നടപടിയെടുത്തിരിക്കും? എത്ര നാളായി നിങ്ങൾ ഇത് ചെയ്തിട്ട്? ഇത് എത്ര നാളായി നടക്കുന്നത്? ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല. ഇത് എല്ലാ വർഷവും, ഈ വർഷം 10 പ്രാവശ്യത്തിൽ കൂടുതലായി. 10 പ്രാവശ്യത്തിൽ കൂടുതലായി. ഞാൻ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്താ ഗുണം? ഈ നാട്ടില് ജനങ്ങൾക്ക് എന്താ ഗുണം? പുഴയില് രാസമാലിന്യൊന്നുമില്ല. അത് സ്ഥിരീകരിച്ച കാര്യം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് എൻവയോൺമെന്റ് എഞ്ചിനീയർ പറയണത്. ഓ, അപ്പൊ ഇത്രയും മീനെല്ലാം കൂടി കൂട്ടാത്മഹത്യ ചെയ്തതാവൂല്ലേ? ഇറിഗേഷൻ വകുപ്പ് പറയുന്നു അത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രശ്നമാണെന്ന്. മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് ഇറിഗേഷൻ വകുപ്പിന്റെ പ്രശ്നമാണെന്ന്. അങ്ങനെ നാട്ടുകാർ ജീവിക്കാനുള്ള വഴിമുട്ടി നിൽക്കുമ്പോൾ അവർ പരസ്പരം പഴിചാരി കളിക്കുകയാണ്. കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. സംഭവത്തിൽ എല്ലാവരും വിഷമൊഴുക്കിയ ഫാക്ടറികളിനെ കുറ്റം പറയുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കണ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ആരും കാണാണ്ട് പോകരുത് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നാട്ടുകാർ കുറേ കാലമായി കയറി ഇറങ്ങി പറയാൻ തുടങ്ങുന്നു. എന്നിട്ടും ചെറുവിരൽ പോലെ അനക്കാൻ നമ്മുടെ മൊയിലാളിമാരെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാനാ? ചിലർക്ക് ജോലി എടുക്കുമ്പോൾ വിയർപ്പിന്റെ അസുഖം ഉണ്ടാവും അറിയില്ലേ? അതുകൊണ്ട് സ്വന്തം പണിയെടുക്കാൻ ഒരു ഉഷാറില്ലെന്നേ. ശമ്പളം മാത്രം കൃത്യമായിട്ട് വാങ്ങിച്ചോണം. ഫാക്ടറിയിൽ നിന്ന് മാലിന്യം ഒഴുക്കിയിട്ടുണ്ടെന്ന് എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് ബണ്ട് തുറന്നത് ഇറിഗേഷൻകാരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിക്കാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ലോൺ എടുത്തും കടം വാങ്ങിയും മത്സ്യകൃഷി ഇറക്കിയിട്ട് അതെല്ലാം നശിച്ചു പോയി. മനുഷ്യരുടെ ജീവൻ വരെ അപകടത്തിലായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡുമാണ് ദി റിയൽ ഹീറോസ്. ഞങ്ങൾ അറിയിക്കേണ്ടതാണ് കാര്യം. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മൾ അറിയിച്ചിട്ടില്ല, അറിയിക്കുന്നുമില്ല. കാരണം ഇങ്ങനൊരു അല്ലെങ്കിൽ അത് ആ ഫ്ലോ ഒരു റെഗുലേറ്റ് ചെയ്ത് വിടണമായിരുന്നു. കാര്യം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വിടുന്നതിന് പകരം അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതുമല്ല ഇപ്പൊ ഈ മത്സ്യ കർഷകരെ അങ്ങനെയുള്ളവരെയൊക്കെ അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് മലിനമാക്കുന്നതെന്നല്ലോ അത്. ശരിക്കും അത് അവർ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതാണ്. മലിനമാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിസ്ട്രിക്ട് അതോറിറ്റി കളക്ടറാണല്ലോ. നമ്മൾ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കളക്ടർക്ക് റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിത് തന്നെ റിപ്പോർട്ട് ചെയ്യും. അല്ല, കളക്ടർ റിപ്പോർട്ട് കൊടുക്കാൻ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻക്വയറീസ് കണ്ടിന്യൂ ചെയ്യാനും റിപ്പോർട്ട് കൊടുക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മത്സ്യകർഷകരുടെയും ഒരു ജീവിത മാർഗമാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്. വർഷാവർഷങ്ങളിൽ ഓരോ മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഒഴുക്കുന്ന വെള്ളത്തിന്റെ ദൂഷഫലമാണ് ഈ കാണുന്നത്. ഇന്നലെ വിട്ട വെള്ളം അതിന്റെ പവർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഷട്ടർ തുറന്ന് നല്ല വെള്ളം പറഞ്ഞിട്ടൊക്കെ ഇപ്പോഴാണ് ഇവിടെ നിന്ന് ആൾക്കാർ പോയിട്ട് ടെസ്റ്റിന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോണത്. ഇപ്പൊ ചെന്ന് കിട്ടണ നല്ല കണ്ണീര് പോലത്തെ വെള്ളം ഒഴിക്കുള്ളൂ.
ഇന്നലത്തെ വെള്ളം നമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് മേടിക്കാനോ പിടിക്കാനോ ഇവിടെ ആരുമില്ല. ഇത് പ്രത്യേകിച്ച് ഇവരെത്തിച്ചാണ്, ഈ ഭരണ സംവിധാനം എത്തിച്ചാണ്. ഇത് സമാധാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും ജനരോഷം ഉണ്ടാക്കാൻ കാരണം ഈ ഭരണ സംവിധാനമാണ്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. പല പ്രാവശ്യവും ഇത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ഇവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ നല്ല നടപടികളും ഇവരുടെ ഭാഗത്തുനിന്നില്ല. മഴ കാരണം പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നുകൊണ്ട് ഉപ്പുവെള്ളമായിട്ട് ചേർന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞു. അങ്ങനെയാണ് മീനുകള് കൂട്ടത്തോടെ ചത്ത് പൊന്തിയെന്നാണ് ഇപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യവസായശാലകളിൽ നിന്ന് ഒഴുക്കിവിട്ട രാസമാലിന്യം കാരണമാണ് ഈ ദുരന്തം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. രണ്ടായാലും ഇത്തവണത്തെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിൽ ഉദ്യോഗസ്ഥർ ഒന്ന് കിടുങ്ങിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. എന്റെ കേരളം എത്ര സുന്ദരെന്ന് നമുക്ക് എത്ര കാലം പറയാൻ പറ്റുമെന്നോ. എല്ലായിടത്തും വിഷമയം. വ്യവസായങ്ങൾ നല്ലതാണ്, പക്ഷെ മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ കെട്ടിപ്പോക്കണത്? ഇതുപോലൊരു ദുരന്തം ഇനിയും വരാണ്ടിരിക്കാൻ അധികൃതർ ഉടൻ തന്നെ നടപടിയെടുക്കട്ടെ. പാലക്കാട് കൊല്ലങ്കോട് ഇന്നൊരു പുലി കമ്പിവേലിയിൽ കുടുങ്ങി. എന്നിട്ട് അതിനെ രക്ഷിച്ചോന്ന് ആലോചിക്കണ്ടാവില്ലേ? ഒരു ടെസ്റ്റും ഇല്ല. എപ്പോഴത്തെയും പോലെ വനം വകുപ്പ് രക്ഷിക്കാൻ നോക്കിയ പുലി ചത്തിരിക്കുന്നു. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴ സ്വദേശിയുടെ പറമ്പിലെ കമ്പിവേലിയിൽ പുലി കുടുങ്ങി. സംഭവം അറിഞ്ഞതും ധോണി എന്നുള്ള വനം വകുപ്പ് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം കൊല്ലങ്കോട്ടേക്ക് വെച്ചുപിടിച്ചു. പുലിനെ രക്ഷിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ പണിപ്പെട്ട് മയക്കുവെടി വെച്ച് പുലിനെ കൂട്ടിലേക്ക് മാറ്റി. പുലിയുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് പറമ്പിക്കുളത്തെ വനത്തിൽ തുറന്നു വിടാനായിരുന്നു പ്ലാൻ ഇട്ടത്. 3 to 4 year old ഫീമെയിൽ ലെപ്പർഡാണ്. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കാണുന്നില്ല, പക്ഷേ സ്നെയറിൽ കടന്നിട്ടുള്ളത് കൊണ്ട് ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കും. ഒബ്സർവേഷനിൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വൈൽഡിൽ തന്നെ ബാക്ക് ടു വൈൽഡ് റിലീസ് ചെയ്യും. പുലിനെ കൂട്ടിലേക്ക് മാറ്റിയ ശേഷം പുലിയുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല, ഫുൾ സെറ്റ് ആണെന്ന് പറഞ്ഞ് നാവ് വായിൽ കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും പുലി ചത്തു. അത് പിന്നെ അങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കൂ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. ഇത് പിന്നെ പുത്തരിയല്ലല്ലോ. തിരുവനന്തപുരത്ത് കിണറ്റി വീണ കരടി, മാനന്തവാടിയിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പൻ, കണ്ണൂരിലെ പുലി, അങ്ങനെ മയക്കുവെടി വെച്ച് വനം വകുപ്പ് രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടോ അപ്പം അതുങ്ങളെല്ലാം ചത്തുപോകും. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. ഒടുവിലെ യാത്രയ്ക്കായി പോകുന്നു, മരണരഥത്തിൽ വന്നെത്തി. വനം വകുപ്പിന്റെ ആത്മവീര്യം കളയാനല്ല വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷെ വന്യജീവികളെ മയക്കുവെടി വെച്ച് മാറ്റുന്നത് അതിന്റെ ജീവൻ രക്ഷിക്കാനും നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാനാണല്ലോ. എന്നിട്ട് രക്ഷിക്കാൻ വന്നിട്ട് എപ്പോഴും ഇതുപോലെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? മയക്കുവെടിയുടെ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ഇനിയെങ്കിലും പരിശോധിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.